അണിമ സിദ്ധി എന്ന് വെച്ചാൽ എന്താണ്? അതായത് അണിമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിവ്. വളരെ ലളിതമായിട്ട് നമുക്ക് പറഞ്ഞാൽ ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായ അറിവ് നമുക്കുണ്ടെങ്കിൽ അതിൽ അണിമയുണ്ടെന്നാണ്. അനേകം വിഷയങ്ങളിൽ അറിവുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ആ അറിവിനെ നമ്മൾ നിരന്തരം സാധന ചെയ്താൽ, അതിനെ കളയാതെ സൂക്ഷിച്ചാൽ, അണിമ ലഘിമ രണ്ടാമത്തെ ദേവതയായിട്ട് പറയുന്നത്, അണിമ സിദ്ധി ദേവതയ്ക്ക് ശേഷം രണ്ടാമത്തെ സിദ്ധി ദേവത ലഘിമ സിദ്ധി ദേവതയാണ്. അപ്പോൾ എന്താ ലഘിമ സിദ്ധി ദേവത? ലഘുത്വം, അതായത് എളുപ്പമായി തീരും. ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു ചെയ്യേണ്ട വിഷയത്തെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായ അറിവുണ്ടെങ്കിൽ അത് ചെയ്യാൻ വളരെ എളുപ്പമല്ലേ? ഈസി ആയിട്ട് തീരും അത് ചെയ്യാൻ. അപ്പോൾ അതാണ് രണ്ടാമത്തെ സിദ്ധി ദേവത. അതായത് നമ്മുടെ അറിവിനെ നമ്മൾ അറിഞ്ഞു, അതിനെ പൂർണ്ണമായ തോതിൽ അറിഞ്ഞു, അതിനെ വേണ്ട തരത്തിൽ പരിശീലിച്ചു, ആ കാര്യം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ആ സാധിക്കുക എന്ന് പറയുന്ന കഴിവാണ് രണ്ടാമത്തെ സിദ്ധി ദേവത. അണിമ ലഘിമ, അണിമ സിദ്ധി ദേവത, ലഘിമ സിദ്ധി ദേവത, അണിമ ലഘിമ മഹിമ. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ സിദ്ധി ദേവതയായിട്ട് പറയും മഹിമ. കാരണം എന്താ? കാര്യങ്ങൾ അറിയാം, അത് നല്ല രീതിയിൽ എളുപ്പത്തിൽ ചെയ്യും, അപ്പം മഹിമയുണ്ടാവും.